എല്ലാവർക്കും നമസ്കാരം. 2024 ഫെബ്രുവരി മാസം നമുക്ക് 2 CBE അഥവാ 2 സാമൂഹ്യ അധിഷ്ഠിത പരിപാടികളാണ് സംഘടിപ്പിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ CBE ദേശീയ വിരവിമുക്ത ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഫെബ്രുവരി 8-ാം തീയതിയാണ് സംഘടിപ്പിക്കേണ്ടത്. അതായത് വിരകളെ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുകയാണ് പ്രധാനമായിട്ട് ഒരു CBEയിൽ ചെയ്യേണ്ടത്. രണ്ടാമത്തെ CBE 22-ാം തീയതിയാണ്. നവജാത ശിശു പരിചരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു CBE സംഘടിപ്പിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ CBE സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ CBE സംഘടിപ്പിക്കേണ്ട തീയതി ഫെബ്രുവരി 8-ാം തീയതി വ്യാഴാഴ്ചയാണ്. വിഷയം ദേശീയ വിരവിമുക്ത ദിനമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ദേശീയ വിരവിമുക്ത ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിരകളെ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെയാണ് ഈ ഒരു CBE പരിപാടിയിൽ നിങ്ങൾ നൽകേണ്ടത്. പ്രധാനമായിട്ടും ഈ ഒരു CBE പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടത് കുട്ടികളുടെ അമ്മമാരെ, രക്ഷിതാക്കളെ, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെ, കൂടാതെ മറ്റു ഗുണഭോക്താക്കളെയും പങ്കെടുപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നൽകുക. കൂടാതെ ഇത് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് രേഖപ്പെടുത്തുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ്. അപ്പോൾ CBE പരിപാടി പോഷൻ ട്രാക്കറിൽ എങ്ങനെയാണ് കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചും വിശദമായിട്ട് പരിചയപ്പെടാം. ഫെബ്രുവരി 8-ാം തീയതിയിലെ CBE നമുക്ക് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവൻറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം CBE എന്ന ഒരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഏറ്റവും മുകളിലായിട്ട് ഡിഡ് യു ഓർഗനൈസ് ദ CBE ദിസ് മന്ത് എന്ന് കാണും, അതിൽ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ഇവൻറ്റ് എന്ന ഭാഗം കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 08/02/2024 എന്ന്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ ഈ ഒരു സൈഡിലുള്ള കലണ്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നേരിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെലക്ട് ദ തീം ഫോർ CBE എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കതിലിങ്ങനെ ആ ഒരു തീമുകൾ കാണാം. അതിൽ നിന്നും പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന ഒരു തീം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇങ്ങനെ ആഷ് കളറിലായിരിക്കും കാണുക. അത് പിറ്റേ ദിവസമാണ് നമുക്ക് റിഫ്ലക്റ്റ് ആയിട്ട് വരിക. പിറ്റേ ദിവസം റിഫ്ലക്റ്റ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന രീതിയിലായിരിക്കും അത് കാണാൻ സാധിക്കുക. ലാസ്റ്റ് ഓർഗനൈസ്ഡ് CBE ദിസ് മന്ത് എന്ന ഒരു ഹെഡിങ് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് നമുക്ക് ഈ ഒരു ഡേറ്റും അതുപോലെ തന്നെ ആ ഒരു തീമും കാണാൻ സാധിക്കും. അതായത് 8/2/2024 എന്ന ഒരു തീയതിയും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്നുള്ള ഒരു തീമും കാണാൻ സാധിക്കും. മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ഹെഡിങ് ഈ മാസം അവസാനം സംഘടിപ്പിച്ച CBE എന്ന രീതിയിലായിരിക്കും. ഡേറ്റും തീമും ഇതേപോലെ തന്നെ സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഉറപ്പിക്കുക. നിങ്ങൾ CBE കൃത്യമായിട്ട് സംഘടിപ്പിക്കുക, അത് കൃത്യമായിട്ട് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് പോഷൻ ട്രാക്കിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ, സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിക്കുക കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ CBE ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.